ബീഹാറിന്റെ രാഷ്ട്രീയ ഭൂമികയ്ക്കകത്ത് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് വലിയ പങ്കാണുള്ളത്, അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് വലിയ വേരോട്ടമുള്ള മണ്ണാണ് ബീഹാർ. ആ ബീഹാറിന്റെ മണ്ണിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഏതു തരത്തിലായിരിക്കും ബീഹാറിന്റെ വിധിയെഴുത്ത് എന്നത് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുകയാണ്. ബീഹാറിൽ NDA സഖ്യത്തെ പരാജയപ്പെടുത്തി അധികാരം പിടിക്കാൻ കഴിയുമെന്നും നവംബർ 14 ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനത്തിൽ ബീഹാറിന്റെ വോട്ടെണ്ണൽ നടക്കുമ്പോൾ ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ തിരിച്ചു വരാൻ കഴിയുമെന്നാണ് RJD കോൺഗ്രസ് സഖ്യത്തിന്റെ പ്രതീക്ഷ. ആ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് ദേശീയ നേതാക്കന്മാർ അടക്കമുള്ളവർ ബീഹാർ ഉഴുതുമറച്ച്, ബീഹാറിന്റെ രാഷ്ട്രീയ മണ്ണ് ഉഴുതുമറച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതോടൊപ്പം തന്നെ മറുഭാഗത്ത് NDAയിലെ പടലപ്പിണക്കം BJP ക്യാമ്പിനെ അസ്വസ്ഥരാക്കുന്നുണ്ട്. കഴിഞ്ഞ പൊതു ബജറ്റിൽ ഉൾപ്പെടെ ബീഹാറിന് വാരിക്കോരി നൽകി മക്കാന കർഷകർക്ക് നിരവധിയായ ആനുകൂല്യം പ്രഖ്യാപിച്ച്, ബീഹാറിന് കോച്ച് ഫാക്ടറി പ്രഖ്യാപിച്ച്, ബീഹാറിന് പ്രത്യേക തീവണ്ടികൾ പ്രഖ്യാപിച്ച്, ബീഹാറിന് NITകളും IITകളും പ്രഖ്യാപിച്ച്, ബീഹാറിലെ കർഷകർക്ക് പാക്കേജുകൾ പ്രഖ്യാപിച്ച് ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തിയ പൊതു ബജറ്റ് ബീഹാറിൽ ഇപ്പോൾ വേണ്ടത്ര ചർച്ച ചെയ്യുന്നില്ല.